ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും വളരെ അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഞങ്ങളെല്ലാവരും കൂടെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് ഫലത്തിൽ പോയതായിരുന്നേ. അപ്പൊ അവിടുന്ന് സാധാരണ നമ്മൾ പോകുന്ന പോലെ തന്നെ കുറച്ച് മീനൊക്കെ പിടിച്ചിരുന്നു. മീനൊക്കെ പിടിച്ചിട്ട് വണ്ടിയിലുണ്ടായിരുന്ന ഒരു കുപ്പിയിലെ വെള്ളത്തിലാണ് മീനിനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ മീനിനെ ഇട്ട് ആ സ്പോട്ടിൽ തന്നെ മീനുകളൊക്കെ ചത്തുപോയി. അപ്പൊ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോഴും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ടാമതൊന്നും കൂടെ വന്നതാണ്. അത് അങ്ങനെ തന്നെ ആണോ എന്നുള്ള ഒന്നും കൂടി ക്ലാരിറ്റി വേണമല്ലോ, അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ അതന്നെ സംഭവിച്ചത്. അപ്പൊ 2 ദിവസമായിട്ട് ഇരിക്കുന്ന വണ്ടിയിലിരിക്കുന്ന കുപ്പിയാണ്, വെള്ളമുള്ള കുപ്പിയാണ്, അരക്കുപ്പി വെള്ളമുണ്ട്. അതിലോട്ട് നമ്മൾ മീനിനെ പിടിച്ച് അതിലേക്ക് ഇട്ട് 1 മിനിറ്റ് കൊണ്ട് മീൻ ചത്തുപോയി. 1 മിനിറ്റ് പോലും സമയം എടുത്തില്ല, അപ്പോഴത്തേനും മീൻ ചത്തു. നിങ്ങൾക്കറിയാലോ ഒമാനുള്ള ചൂട്, 45 ഡിഗ്രി ഒക്കെ ചൂടാ ഇപ്പൊ ഉള്ളത്. ഈ ചൂടത്ത് കിടക്കുന്ന വണ്ടിയിൽ വെച്ചിട്ടുള്ള ഒരു കുപ്പിയിലെ വെള്ളവും അതേപോലെ ചൂടാവുന്നുണ്ട്. ആ ചൂടാവുമ്പോൾ ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് ഒരുപാട് കെമിക്കല് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കെമിക്കലിന് പുറമെ നമ്മൾ വായിൽ വെച്ച് കുടിക്കുമ്പോൾ വായിൽ നിന്ന് കുറെ ബാക്ടീരിയകളും വെള്ളത്തിലേക്ക് കലരുകയും അത് ഈ ചൂടത്ത് കിടന്നിട്ട് ഒരുപാട് ബാക്ടീരിയകൾ പെരുകുകയും ചെയ്യും. അതിന്റെ കൂടെ ഈ ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞതും ആയിരിക്കും മീനുകൾ ചാവാൻ കാരണമായതും. അതുകൊണ്ട് വണ്ടിയിൽ വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ടുള്ള വെള്ളം 2-3 ദിവസമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കുടിക്കരുത്. പ്രത്യേകിച്ച് ഒമാനികളൊക്കെ ഒരുപാട് ആൾക്കാർ വെള്ളമൊക്കെ ഒരുപാട് ശേഖരിച്ച് വെക്കുന്നുണ്ട്, കാർട്ടൂൺ കണക്കിനൊക്കെ വണ്ടിയിൽ. ആരും അങ്ങനെ ചെയ്യരുത്. അപ്പൊ കുട്ടികൾക്ക് പ്രത്യേകിച്ചും കൊടുക്കരുത്. കുട്ടികൾക്ക് കൊടുക്കുന്നത് വയറിളക്കം, ഛർദി, പല രോഗങ്ങൾക്കും കാരണമായേക്കാം. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കുക.